ഈശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള കൂട്ടുകാരെ, നമ്മുടെ വീട്ടിൽ പപ്പായും അമ്മയൊക്കെ ചിലപ്പോൾ നമ്മളോട് അവർ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലില്ലാത്ത സമയത്തോ അതോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമ്മളോട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യരുത് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത് എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറയും. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്നൊരു ടെൻഡൻസി എന്താണ്? നമ്മൾ ആ കാര്യം ചെയ്യും. കാരണം നമുക്കതിനോടുള്ള ക്യൂരിയോസിറ്റി കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതറിഞ്ഞു കഴിയുമ്പം പപ്പയും അമ്മയൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ചെറിയ പണിഷ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് തരാറുണ്ട്. ഏതാണ്ട് ഇതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യം. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ച് അവനെ ഏദൻ തോട്ടത്തിലാക്കി. എന്നിട്ട് ദൈവം അവനോട് ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? അതിനെതിരായിട്ട് അവൻ പ്രവർത്തിച്ചു. അവൻ പാപം ചെയ്തു. ദൈവം അവന് പണിഷ്മെൻറ്റ് കൊടുത്തു. എന്നാലും ദൈവം വീണ്ടും അവനെ സ്നേഹിച്ച് തൻ്റെ കൂടെ ചേർത്ത് നിർത്തി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അവന് ചില അരുതുകൾ ദൈവം നൽകുകയാണ്. അതാണ് 10 കൽപ്പനകൾ. ദൈവം സീനായി മലയിൽ മോശ വഴി അവന് നൽകുന്നതാണ്. അതിനകത്ത് 10 കാര്യങ്ങളാണ് ചെയ്യരുത് എന്ന് പറഞ്ഞ് മനുഷ്യന് കൊടുക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും മനുഷ്യൻ്റെ ഒരു രീതി അനുസരിച്ച് അവൻ ഈ അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കാൻ ആരംഭിച്ചു, അല്ലെങ്കിൽ ചെയ്യാൻ ആരംഭിച്ചു. അതവനെ ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നകറ്റി. അങ്ങനെയാണ് ദൈവം അവസാനം ഒരു സൊല്യൂഷനിലെത്തുന്നത്. തൻ്റെ ഏകജാതനായ തൻ്റെ പുത്രനായ ഈശോയിലൂടെ ഈ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മോഡിഫൈ ചെയ്ത് വീണ്ടും അതിന് ഒരു പുതിയ മാനം നൽകിക്കൊണ്ട് പുതിയ കൽപ്പന ഈശോ നൽകുകയാണ്. അപ്പോൾ അത്രയും നാൾ അരുത് എന്ന് പറഞ്ഞ കാര്യം ഈശോയിലൂടെ ദൈവം പറഞ്ഞു എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിലൂടെ ഈശോ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഈ കൽപ്പനകളെല്ലാം നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, സ്നേഹിച്ചാൽ മതി, നമുക്കെല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ 10 കൽപ്പനകളും നമുക്ക് പാലിക്കാൻ സാധിക്കും എന്നാണ് ഈശോ അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുന്നത്, ഞാൻ വന്നത് ഈ പറഞ്ഞ നിങ്ങളുടെ നിയമങ്ങളെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് പറയാനോ അല്ല, മറിച്ച് ഇതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിനെല്ലാം നവീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ പ്രബോധനങ്ങളിലൂടെ ഈ പ്രവാചകന്മാരെയും നിയമത്തെയും ഒക്കെ പൂർത്തീകരിക്കാനാണ് വന്നതെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. തുടർന്ന് സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത് സഹോദര സ്നേഹത്തെക്കുറിച്ച് വളരെ മനോഹരമായി ഈശോ പറഞ്ഞു വെച്ചുകൊണ്ടാണ്. എന്താണ് ഈ സ്നേഹത്തിന് ഇത്ര പ്രാധാന്യം എന്ന് ഇന്നത്തെ സുവിശേഷം അല്ലെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്കൊന്ന് ധ്യാനിക്കാം. സ്നേഹത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കണം അല്ലെങ്കിൽ ഇത്ര പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വചനമുണ്ട്. അത് യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. അവിടെ നമ്മൾ കാണും, ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് ഈ ഡെഫിനിഷനാണ്, ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. ഈ ദൈവം സൃഷ്ടിച്ച മനുഷ്യനിലും എന്തുണ്ട്? ഈ സ്വഭാവമുണ്ട്. സ്നേഹിക്കുക എന്നുള്ള ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇതെവിടെ നിന്ന് നമുക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ദൈവം നമുക്ക് തന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും സ്നേഹിക്കേണ്ടവരാണ്, സ്നേഹിക്കപ്പെടേണ്ടവരാണ്. ഇനി ആ സ്നേഹം ആരെ സ്നേഹിക്കണം, എങ്ങനെ സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം സുവിശേഷത്തിലെ മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണും. ഈശോയുടെ സുപ്രധാന കൽപ്പനകളിലൂടെ ഈശോ ഇത് പറയുന്നുണ്ട്. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്ന് ഈശോ പറയും. അതുകൊണ്ടാണ് സ്നേഹത്തിന് നമ്മൾ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളപ്പോൾ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ധ്യാനിക്കുന്നതും നമ്മളെല്ലാവരും സ്നേഹിക്കേണ്ടവരാണ്, സ്നേഹിക്കപ്പെടേണ്ടവരാണ്. നമുക്ക് ഈ പ്രകൃതിയെ നമുക്കൊന്ന് ധ്യാനിച്ചു നോക്കാം. പ്രകൃതിയിൽ നോക്കിക്കേ, എല്ലാവരും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. മൃഗങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, ചലിക്കുന്ന വസ്തുക്കളാകട്ടെ, ജീവനുള്ള വസ്തുക്കളാകട്ടെ, ജീവനില്ലാത്ത വസ്തുക്കളാകട്ടെ, മനുഷ്യരാകട്ടെ, എല്ലാവരും വേണം. എങ്കിൽ മാത്രമേ ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിൽക്കുകയുള്ളൂ. അപ്പം ഈ സന്തുലനാവസ്ഥ യഥാർത്ഥത്തിൽ പരസ്പരമുള്ള ആശ്രയത്തിലും സ്നേഹത്തിലുമാണ് നിലനിൽക്കുന്നത്.
ഇനി ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ അത് ബാധിക്കും, അല്ലെങ്കിൽ ഈ പ്രകൃതിയെ മുഴുവൻ അത് ബാധിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സ്നേഹിക്കേണ്ടവരാണ്. നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മുടെ പ്രകൃതിയെ, സഹജീവികളെ, എല്ലാവരെയും നമ്മൾ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി അധികം സമയമില്ല. നോമ്പുകാലം യഥാർത്ഥത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഈ സ്നേഹത്തിൻ്റെ ജീവിതം നമ്മൾ നയിക്കണം എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ മാംസം വർജിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അപ്പോൾ സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഏത് നിയമത്തിൻ്റെയും ഏത് വ്യവസ്ഥകളുടെയും എല്ലാം അടിസ്ഥാനം സ്നേഹമാണ്. സ്നേഹമുള്ളിടത്ത് നമുക്കിതെല്ലാം നിയമം പാലിക്കാനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ടാണല്ലോ ഈശോ തന്നെ പറയുന്നില്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, മുന്തിരിച്ചെടിയും ശാഖകളും എന്ന് പറയുന്ന ആ സുവിശേഷ ഭാഗത്ത് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ സ്നേഹം എവിടെയുണ്ടോ അവിടെയെല്ലാം ഈ കൽപ്പനകൾക്കും അതുപോലെ തന്നെ ചിട്ടവട്ടങ്ങൾക്കും എല്ലാം അത് നമുക്ക് പരിശീലിക്കാനായിട്ട് വളരെ എളുപ്പമാണ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഈ സ്നേഹത്തിൻ്റെ ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഈ ഒരു സന്ദേശത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് പ്രാധാന്യമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് ഒരു വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായമാണ്. 24-ാം അധ്യായത്തിൽ മത്തായി ശ്ലീഹായുടെ സുവിശേഷം വിവരിക്കുന്നത് ജെറുസലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും യുഗാന്തത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു പ്രതിപാദിക്കുന്ന ഭാഗമാണ്. അവിടെ ഈശോ പറയുന്ന 12-ാമത്തെ വചനമുണ്ട്, അധർമ്മം വർദ്ധിക്കുമ്പോൾ പലരുടെയും സ്നേഹം തണുത്തുറയും. അത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായൊരു വചനമാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, ലോകം മുഴുവൻ യുദ്ധങ്ങൾ നടക്കുന്നു, പരസ്പരം ഭിന്നിച്ച് നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ചുറ്റുപാടുമൊക്കെ നമുക്ക് കാണുന്ന മറ്റൊരു പ്രതിഭാസമാണ് ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നു, ആത്മഹത്യകൾ പെരുകുന്നു, അല്ലെങ്കിൽ പരസ്പരം ഭിന്നിച്ച് നിൽക്കുന്ന മാതാപിതാക്കളും മക്കളും സഹോദരങ്ങൾ, ദമ്പതികൾ, ഇങ്ങനെ ഒരുപാട് സ്നേഹം കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം അധർമ്മം അതുപോലെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെ പ്രവാചകരായി അല്ലെങ്കിൽ നമ്മുടെ ഈശോയുടെ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളായി മാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടെയാണ് തിരുസഭ നമുക്ക് ഈ ഞായറാഴ്ച ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എപ്പോഴും നമുക്ക് ഓർക്കാം, സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിളി എന്ന് പറയുന്നത്. എല്ലാ ക്രൈസ്തവൻ്റെയും വിളി സ്നേഹിക്കാനുള്ള വിളിയാണ്. അതുകൊണ്ടാണ് കൊച്ചു ത്രേസ്യ പറയുന്നത്, സ്നേഹമാണ് എൻ്റെ ദൈവവിളി എന്ന്. അപ്പം സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾ എല്ലാറ്റിനുപരി ദൈവത്തെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.